അന്യായ ഭാഷയും സാരി പറിച്ചടിയും. സൂത്രം സൂത്രം പൈശാചിക ശക്തിയുടെ നിറവിനാൽ അടിച്ച് തലപൊളിച്ചാട്ടെ. സൂത്രം സൂത്രം പൈശാചിക ശക്തിയുടെ നിറവിനാൽ അടിച്ച് തലപൊളിച്ചാട്ടെ, കുതികുതിച്ചാട്ടെ. പറയുന്ന ഓരോ വാക്കിനോടൊപ്പവും 100 ഹല്ലേലൂയായും സ്തോത്രവും പറഞ്ഞു നടക്കുന്ന, വിശുദ്ധിയും വേർപാടും അലർവിളിച്ച് നടക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് എന്നൊരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ചന്തോ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ആഴ്ച അവിടെ പൈശാചിക കേന്ദ്രത്തിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് പൈശാചിക നിറവിൽ അന്യായ ഭാഷയൊക്കെ വിളിച്ചു പറഞ്ഞ് എന്ന് വെച്ചാൽ അപ്പനും അമ്മയ്ക്കും അതിന് മുകളിലേക്കുമൊക്കെ പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്നത് കാണുക. പത്തനംതിട്ട ജില്ലയിലെ റാന്നി മേത്താനം ചർച്ച് ഓഫ് ഗോഡിലാണ് ഈ വിശുദ്ധ അടി നടന്നത്. അടി മാത്രമല്ല, അവസാനം കത്തിക്കുത്തും നടന്നു എന്നാണ് വിവരം. വെള്ളയും മാത്രമേ ഇടൂ, പച്ചവെള്ളം പോലും ചവച്ചരച്ചേ കുടിക്കൂ. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാണ് ഈ വിശുദ്ധ അടി എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇനി നമുക്ക് സാരി പറിച്ചും മുണ്ട് പറിച്ചുമുള്ള ആ വിശുദ്ധ അടിപിടി കാണാം. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോ ഇവനെ കിടന്ന് വിളിക്കുന്നു. ഈ കൂട്ടയുടെ കാരണം തേടിപ്പോയി ഞങ്ങൾ ആ മൂലകാരണം കേട്ട് ഞെട്ടിപ്പോയി. ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം അപ്പത്തോടൊപ്പം വിളമ്പിയ കോഴിക്കറിയിൽ ദേവദാസൻ പൊറിഞ്ചുവിന് ചെറിയ കോഴിക്കാലാണ് അത്രയും കിട്ടിയത്. എന്നാൽ തൻ്റെ അടുത്തിരുന്ന തങ്കപ്പന്
വലിയ കോഴിക്കാലും. സഹിക്കാൻ പറ്റുമോ ദൈവമേ? സൂത്രം സൂത്രം, പന്തിയിൽ പക്ഷഭേദം കാണിക്കുമോടാ എന്ന് ചോദിച്ചാരംഭിച്ച ആ കോഴിക്കാലിനെ ചൊല്ലിയുള്ള, ആ കോഴിക്കാലിന്റെ വലിപ്പത്തെ ചൊല്ലിയുള്ള അടിയുടെ ക്ലൈമാക്സ് ആണ് പ്രേക്ഷകർ ഈ കണ്ടത്. സൂത്രം സൂത്രം, പൈശാചിക ശക്തിയുടെ നിറവിനാൽ അടിച്ച് തലപൊളിച്ചാട്ടെ. സൂത്രം സൂത്രം, പൈശാചിക ശക്തിയുടെ നിറവിനാൽ അടിച്ച് തലപൊളിച്ചാട്ടെ, കുതികുതിച്ചാട്ടെ, പൈശാചിക ശക്തിയാൽ കുതികുതിച്ചാട്ടെ. ഇത് കണ്ടിട്ട് നിങ്ങൾ പറ. ഇവന്മാരുടെ ചർച്ചിന്റെ പേര് ചർച്ച് ഓഫ് ഗോഡ് എന്നാണ്. ദൈവം വസിക്കുന്ന, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമോ? ഇവരിൽ വ്യാപരിക്കുന്നത് ഏത് ആത്മാവാണ്? ഒരു കൊച്ചു കുഞ്ഞു കരഞ്ഞു പറഞ്ഞിട്ട് പോലും ആരും കേൾക്കുന്നില്ല. വയോവൃദ്ധയായ സ്ത്രീ ഈ പ്രശ്നങ്ങളിൽ നിന്നും അവരെ പിടിച്ചു മാറ്റേണ്ടതിന് പകരം അവർ മറ്റൊരു സ്ത്രീയുടെ സാരി പറിച്ചടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പൗരോഹിത്യ സഭകളിലെ മ്ലേച്ഛതകൾ കണ്ടും വചനവിരുദ്ധതകൾ കണ്ടും പലരും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു. എന്നാൽ എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് എന്ന അവസ്ഥയിലായി പോയി അവരുടെ കാര്യങ്ങൾ. ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇവിടെയുണ്ട്. അവരോട് പറയുവാനുള്ളത്, നിങ്ങൾ ഈ പൈശാചിക കേന്ദ്രങ്ങളിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന് പ്രഖ്യാപിക്കുക. വീട്ടിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇടയിൽ മധ്യസ്ഥനായി ഒരു വാച്ചറും ഒരു നൈറ്റ് തൊഴിലാളിയും ആവശ്യമില്ല. പ്രകാരമുള്ള യഥാർത്ഥ ആലയമാണ്, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയാണ് മൈ ചർച്ച്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.